നമ്മളൊരു ഹിഡൻ ജെമ്മിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടക്ക് പോവല്ലേ? കേരളത്തിൽ കണക്ക് ആരും അറിയാത്ത അനേകം സ്ഥലങ്ങളുണ്ട്. അതിലൊന്നും മാത്രമാണ് ഇത്. നമ്മൾ ആക്ച്വലി നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ ഇന്നലെ കിടക്കുന്നത് കുറച്ച് താമസിച്ചു. അപ്പോൾ നമ്മൾ എഴുന്നേറ്റപ്പോഴത്തേക്ക് ഏതാണ്ടൊരു നല്ല ലേറ്റായി വേണമെങ്കിൽ പറയാം, ഒരു 11. ഹെൽത്തി അല്ല, എന്നാലും 12 മണിയായി. ഞങ്ങൾ ഒരു ബ്രഞ്ച് എന്ന നിലയിൽ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ നമുക്കൊരു മന്തി മനസ്സിൽ പോയി മന്തി കഴിക്കാം. അങ്ങനെ ഞാൻ നോക്കിയപ്പം ഞാൻ ബീഫ് മന്തി ഒട്ടും ട്രൈ ചെയ്തിട്ടില്ല. ഇപ്പോൾ പറഞ്ഞു വി ക്യാൻ റൈറ്റ്. അങ്ങനെ ഞങ്ങൾ പോയി ബീഫ് കഴിച്ചു. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഒരു റകട്ടുമില്ല, നല്ല സാധനം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു വൈ നോട്ട്, വീക്കെൻഡല്ലേ, നടന്ന് അടിക്കാനുള്ള മൈൻഡ്. അപ്പോൾ നമ്മളിങ്ങനെ വ്ളോഗ് നോക്കി വന്നപ്പോഴത്തേക്കൊരു സംസം റെസ്റ്റോറൻറ്റിനെ പറ്റി കണ്ടു. എന്തോ എന്നിട്ട് അതിൻ്റെ പേര് സംസം പാച്ചിലോറുള്ള സംസം. അപ്പോൾ നമ്മളവിടെ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞു 4:30 ഇടത്തുള്ളെന്ന്. നമുക്കപ്പോൾ എത്തിയപ്പോഴത്തേക്ക് 3 മണി, 1.5 മണിക്കൂർ നമുക്ക് വീട്ടിൽ സമയമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഇത് അടുത്ത് സ്ഥലത്തിൻ്റെ പേരെന്തോ ഇവിടുത്തെ ഐക്കോണിക് സ്ഥലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറും കടലും വന്ന് മീറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാം കുറേ ആൾക്കാരിവിടെ മീൻ പിടിക്കുന്നു. നല്ല സ്ഥലമാണ്. എനിക്കൊന്ന് ഈ മീറ്റ് ചെയ്യുന്ന സ്ഥലം കൈൻഡ് ഓഫ് ബ്രാക്കിഷ് വാട്ടർ ആയതുകൊണ്ട് ഇവിടെ മീനുകൾ കിട്ടാൻ കുറേ സാധ്യതകളുണ്ട്. അങ്ങനെ ഇപ്പം സമയം ഏതാണ്ട് നോക്കുമ്പം 4:30 ആവുന്നു. ഞങ്ങൾ പാച്ചലൂർ പോയി ആ ചിക്കനെ മേടിച്ച് പോയാലാണ്. ദീപക്, ഇത് കണ്ട് എനിക്ക് എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ പോയോണ്ടാണെന്ന് തോന്നുന്നു. നമുക്ക് ആ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. ഇനിയും അവിടെ പോയാൽ കൊള്ളാമെന്നും തോന്നുന്നുണ്ട്. വളരെ മനോഹരമായ ബീച്ചും നദി വന്ന് ബീച്ചിലോട്ട് ചേരുന്ന സ്ഥലവും വളരെ നല്ലൊരു സ്ഥലമാണ് അവിടെ. അങ്ങനെ അവിടെ കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നതും അങ്ങനെയൊക്കെ കണ്ട് ഞങ്ങളവിടെ ഏതാണ്ട് 1 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു. ഒരു 4:15 ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ തിരിച്ച് കടയിലോട്ട് ചെല്ലുന്ന സമയത്ത് ഇതൊക്കെ ഇടുന്ന സമയമായതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ഫ്രഷായിട്ട് ഇടുന്നതും എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്നതൊക്കെ കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ അത് ചൂടോടെ മേടിച്ചു തിരിച്ച് ഫ്ലാറ്റിലോട്ടെത്തി.